അങ്ങനെ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുഞ്ഞിലെ മുതലുള്ളൊരു വലിയ ആഗ്രഹമാണ് ഇന്ന് നടക്കാൻ പോണേ. എനിക്ക് ഈ അകലിയിരുന്ന് കേൾക്കണ്ടെന്ന് എനിക്കിഷ്ടം. അപ്പൊ മറ്റെങ്ങോടല്ല, ഇന്ന് നമ്മുടെ എറണാകുളത്തപ്പം ഗ്രൗണ്ടില് മലയാളികളുടെ സ്വന്തം ചിത്രചേച്ചിയുടെ ഭക്തിഗാന സന്ധ്യയാണ്. പാട്ട് ആസ്വദിക്കാനും പാടാനും തുടങ്ങിയ കാലം മുതലുള്ള ഒരു ആഗ്രഹമാണ്. എന്തായാലും ഒന്ന് കാണണം, ലൈവ് പാടുന്ന ഒന്ന് കേൾക്കണം. അങ്ങനെ എന്തായാലും ഇത്തവണ കണ്ടേ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടാണ് ഉച്ചയ്ക്ക് റെഡിയായി അവിടെ പോയി സീറ്റ് പിടിച്ചത്. പക്ഷെ 3 മണി മുതലേ കംപ്ലീറ്റ് സീറ്റ് ഫില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ സ്ഥലം ഒപ്പിച്ചിരുന്നു. ചെറുതായിട്ടെങ്കിലും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ചെന്നിരുന്നത്. പക്ഷെ കറക്റ്റ് പരിപാടി തുടങ്ങിയതും പ്രായമായവരാണെങ്കിൽ പോട്ടെന്ന് വെക്കായിരുന്നു. ചെറുപ്പമായിട്ടുള്ള ഒരു ഹസ്ബൻഡും വൈഫും വന്ന് നിന്നിട്ട് പുറകിലേക്കുള്ള ഒരുപാട് പേരുടെ വ്യൂസ് അവരെ തടഞ്ഞു. അവരോട് പറഞ്ഞിട്ട് അവരൊന്ന് തിരിഞ്ഞു നോക്കുന്നോ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇനി നിന്നെന്ന് വെച്ചാൽ കുഴപ്പമില്ല, പാട്ടല്ലേ നമുക്ക് കേൾക്കാലോ. എന്നാലും ഒരു 2 പാട്ട് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് നീങ്ങി തന്നാ പുറകിലുള്ള എല്ലാവർക്കും കാണായിരുന്നു. പക്ഷെ അവർ അതുപോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ശരിക്കും സങ്കടം തോന്നി. പറഞ്ഞിട്ട് കേൾക്കാത്ത അവരുടെ ബിഹേവിയർ കണ്ട് താഴെ ഇരുന്നവരെല്ലാരും എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. പിന്നെ ക്രൗഡും അങ്ങോട്ട് തള്ളി കയറാൻ തുടങ്ങി. 6 മണിക്ക് തുടങ്ങുന്ന പരിപാടിക്ക് നമ്മൾ 2 മണി മുതൽ വന്നിരുന്നതൊക്കെ വെറുതെ ആയി. അങ്ങനെ കാവടി തുള്ളിപ്പോയത് ട്രാജഡിയായി. പിന്നെ ക്രൗഡ് കൂടുന്തോറും ആകെ എനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തപ്പോഴത്തേക്കും ഞാൻ പതിയെ എഴുന്നേറ്റ് പോന്നു. കുറച്ചു നേരം നിന്ന് ദൂരെ നിന്നൊക്കെ കണ്ടു. ഈ സെയിം ഡേ തന്നെ ദർബാർ ഹാൾ ഗ്രൗണ്ടില് ഈ നന്ദഗോവിന്ദം ഭജൻസ് നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ എനിക്ക് സത്യത്തിൽ പ്ലാൻ ഉണ്ടായിരുന്നില്ല. ആ പരിപാടിക്ക് അത്രത്തോളം ക്രൗഡ് ഉണ്ടാവും എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അത് പോയി കണ്ടും കൂടി ബോധിച്ചതോടുകൂടി ഞാൻ പതിയെ വീട്ടിലേക്ക് പോന്നു. ഭൂമി ഇരുണ്ടതല്ലേ പുള്ളേ, നമുക്ക് എപ്പോഴെങ്കിലും സമാധാനത്തോടെ കാണാം.